പ്രിയമുള്ളവരെ, ഇതുവരെയുള്ള നമ്മുടെ ഈ അദ്വൈതാനുഭൂതിയിലെ യാത്രയിലൂടെ അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അറിവിലേക്ക് നിങ്ങൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉണർന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധാപൂർവം വിലയിരുത്തിക്കൊള്ളണം. കാരണം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും, എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വരും. ആ മരിക്കുന്ന സമയത്ത് ഏത് നില ഉണ്ടായിരിക്കണം? ഇനി ജനിക്കാതിരിക്കുന്ന നില ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള അറിവാണ് നമ്മൾ ഈ അദ്വൈതാനുഭൂതിയിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള മരണം നടന്നാൽ ജനിച്ചാൽ മരിക്കും. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചാൽ മരണവും മരിച്ചാൽ ജനനവും ഉറപ്പാണ്. എന്നാൽ നമ്മൾ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മരണത്തിലെത്തുന്നതിന് മുൻപ് ആ മരിക്കാതിരിക്കുന്ന നിലയിലേക്ക് എത്താനുള്ള അറിവിലേക്ക് ഉണരാൻ വേണ്ടി നാം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ എന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ. ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ മാത്രമുള്ള ഒരു ഭാവമാണ്. എന്നാൽ തന്നിലെ താൻ ഈ ശരീരത്തിലും മറ്റുള്ള ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം. ഓരോരുത്തരും അതാണ്. ആ സർവേശ്വര ചൈതന്യം തന്നെയാണ്. അതായിരുന്നിട്ടും അതാണ് താനെന്നറിയാതെ ഇതാണ് ഞാനെന്നുള്ള ഭാവത്തിൽ നമ്മളെല്ലാവരും ജീവിച്ച് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം ജീവിച്ച് മരിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം എന്ന മട്ടിൽ ഇങ്ങനെ ആ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്ന അറിവ് നിലയിലേക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ 110 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്വൈതാനുഭൂതിയിലൂടെ നാം നിരന്തരം ഉയരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് ഉയരുന്ന അവസരത്തിലുള്ള നില എന്തായിരിക്കണം? സർവസാരോപനിഷത്ത് പറയുന്നത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. ഈ ദേഹമല്ല ഞാൻ. പിന്നെ ആരാ? ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി. ഭഗവത്ഗീതയിൽ പറയുന്നില്ല, ദേഹി നിത്യം അവധ്യോയം. ആ ദേഹി ഒരു തരത്തിലും ആർക്കും നശിപ്പിക്കാൻ കഴിയുന്നതല്ല. ദേഹി, ദേഹം പലതരത്തിലും നശിക്കും. എന്നാൽ സർവസാരോപനിഷത്ത് പറയുന്നത് എന്താണ്? നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. പിന്നെ എവിടാ എനിക്ക് ജന്മം? എവിടാ എനിക്ക് മരണം? ഈ അദ്വൈതാനുഭൂതിയിലൂടെ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, നമ്മിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ താൻ. ആ ഭാവത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ ഉണർത്തി നിരന്തര വിചാരത്തിലൂടെ അതിൽ സ്ഥിരപ്പെടണം. അതാണ് താൻ, ഈ ഞാനല്ല.
നിങ്ങളിലെ നാമരൂപധാരിയായ വസന്തയോ ഗോപാലകൃഷ്ണനോ ഔസേപ്പോ ബഷീറോ ഒന്നുമല്ല. നിങ്ങൾ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിൽ ആരാണോ, അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അനന്യാസ് ചിന്തയന്തോ മാം ഏ ജനാഹ പര്യുപാസതേ. മറ്റൊരു ചിന്തയും കൂടാതെ ആരാണോ ആ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ ഉണർത്തി നിർത്തിയിരിക്കുന്നത്. അനന്യാസ് ചിന്തയന്തോ, മറ്റൊരു ചിന്തയും കൂടാതെ ആരാണോ തൻ്റെ യഥാർത്ഥ ഭാവം ഇതാണ് എന്ന് ബോധിച്ച്, അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ പ്രാരബ്ധാനുസാരം ഈ ശരീരം വീഴുവോളം ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടേണ്ടതായിട്ടുണ്ടോ അതിലെല്ലാം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതൊന്നും തടസ്സമല്ല. അത് പ്രാരബ്ധാനുസാരം വിധിവശാൽ സംഭവിക്കുന്നതാണ്. ഈ സംഭവിക്കുന്നതിനിടയ്ക്കാണ് ഈ അറിവിലൂടെ നാം തിരിച്ചറിഞ്ഞ് ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് താനെന്ന് ബോധിച്ച്, അതാണ് ശിവം, എന്നിലെ മംഗളസ്വരൂപം. അതില്ലെങ്കിൽ ഞാൻ ശവം. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ശിവസ്വരൂപം, മംഗളസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ അറിവ് നിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിരന്തര വിചാരത്തിലൂടെ ഉണർത്തി അതിൽ സ്ഥിതി നേടുന്നത്. മുക്തികോപനിഷത്തിലെ ഒരു മന്ത്രം കേട്ടോളൂ. ശ്രവണ മനന നിധിധ്യാസനാനി നൈരന്തര്യേണ കൃത്വ. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് ആരാണോ നിരന്തരേണ കൃത്വ ചെയ്ത് കേൾക്കുക, അറിയുക, അറിഞ്ഞ കാര്യം മറന്നു പോകാതിരിക്കാൻ നിരന്തരമായിട്ട് വിചാരം ചെയ്ത് ആ ശ്രദ്ധ നമ്മിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് ആരാണോ ചെയ്യുന്നത്, പ്രാരബ്ധക്ഷയാത് ദേഹത്രയഭംഗം പ്രാപ്യോ. ദേഹത്രയഭംഗം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇതെല്ലാം എപ്പോഴാണ് അവസാനിക്കുന്നത്? ആ പ്രാരബ്ധം തീരുന്ന അവസരത്തിൽ. അതാണ് പ്രാരബ്ധക്ഷയാത് ദേഹത്രയഭംഗം പ്രാപ്യോ ഉപാധി വിനിർമുക്ത ഘടാകാശവത്. കുടമിരിക്കുമ്പോൾ കുടത്തിനകത്ത് ആകാശമുണ്ട്, കുടത്തിന് വെളിയിലും ആകാശമുണ്ട്. കുടമാകുന്ന ഉപാധി ഉള്ളതുകൊണ്ട് കുടത്തിനകത്തുള്ള ആകാശത്തെ നമ്മൾ ഘടാകാശം എന്ന് പറയും. ആ കുടം ഉടഞ്ഞു പോയാൽ പിന്നെ ഘടാകാശമില്ല. ആ ഘടാകാശത്തിൻ്റെ പേര് മാറി അതിനകത്തുണ്ടായിരുന്ന ഘടാകാശം മഹാകാശമായിട്ട് തന്നെ നിൽക്കുന്നു. ഘടാകാശമെന്നുള്ള പേരിട്ട് നമ്മൾ വിളിക്കുമ്പോഴും അത് മഹാകാശമായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ കുടമാകുന്ന ഉപാധി ഉള്ളതുകൊണ്ട് ഘടാകാശമെന്ന് പറയുന്നത് പോലെ ഈ ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്നത് കൊണ്ട് ആ പരമാത്മാവിനെ നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നു. ശരീരമാകുന്ന ഉപാധിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഈ ശരീരമാകുന്ന ഉപാധി വിട്ടുപോകുമ്പോൾ ശരീരത്തിനകത്തിരിക്കുന്ന ആ ജീവാത്മാവ് പരമാത്മാവായിട്ട് മാറും. ജീവാത്മാവായിട്ടിരിക്കുമ്പോഴും അത് പരമാത്മാവ് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ശരീരത്തിനകത്ത് ജീവാത്മഭാവത്തിൽ ഇരിക്കുന്ന ആ ചൈതന്യം പരമാത്മ ചൈതന്യം തന്നെയാവും. ആ അറിവിലേക്ക് ഉണർന്ന് ഞാൻ അതാണ് എന്ന് സ്വയം ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ അതിൽ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പ് നേടുന്നത്, ദാറ്റ് ഈസ് നിധിധ്യാസനം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ഐ എം
ദാറ്റ്. ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരാളാണോ തന്നിലിരിക്കുന്ന അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത്, അതാണ് മോക്ഷനില. എവിടുന്നാണ് മോക്ഷം കിട്ടുന്നത്? അറിവിലൂടെ. വേറെ എവിടുന്നും കിട്ടുകയില്ല, ഒരു സ്ഥലത്തു നിന്നും കിട്ടുകയില്ല. സ്വയം ആ അറിവ് നേടണം. ആ അറിവ് നേടുന്നത് എവിടുന്നാണ്? ഗുരുക്കന്മാരിൽ നിന്ന്. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ. കാരണം അതാണ് ഈ മുക്തികോപനിഷത്തിൽ പറയുന്നത്. ശ്രവണ മനന നിധിധ്യാസനാനി നൈരന്തര്യേണ കൃത്വാ പ്രാരബ്ധക്ഷയാത് ദേഹത്രയഭംഗം പ്രാപ്യോ ഉപാധി വിനിർമുക്ത ഘടാകാശവത് പരിപൂർണത. അപ്പോഴാണ് പരിപൂർണത ഉണ്ടാകുന്നത്. എപ്പോഴാണ് പരിപൂർണത ഉണ്ടാകുന്നത്? ദേഹത്രയഭംഗം സംഭവിക്കുമ്പോൾ. ആ ദേഹത്രയത്തിനകത്തിരിക്കുമ്പോൾ തന്നെ ഈ അറിവ് നിലയിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിച്ച് അതിൽ സ്ഥിരപ്പെടുത്തുന്നത് അയാൾക്ക് മാത്രമാണ് ഈ ശരീരം വിട്ടുപോകുമ്പോൾ ആ പരിപൂർണത കിട്ടുന്നത്. എന്നാൽ ശരീരത്തിനകത്തിരിക്കുമ്പോഴും ആ അറിവ് നിലയിൽ ഉറപ്പുണ്ടായിട്ടുള്ളയാൾ അപ്പോഴും പരിപൂർണതയിൽ തന്നെയാണ്. പക്ഷേ ശരീരം വിട്ടുപോയിട്ടില്ലാത്തത് കൊണ്ട് ആ ഭാരം അവിടെ ഉണ്ടായിരിക്കും. അതും ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രാരബ്ധക്ഷയം വരുന്നതുവരെ ആ ഭാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ നായരോ ഈഴവനോ ഒന്നുമല്ല. നാമരൂപരഹിതമായ ആ ചൈതന്യം, ജാതി നീതി കുലഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് അഹമസ്മി. അത് ഉപദേശവാക്യത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ എന്താ പറഞ്ഞു തരുന്നത്? തത് ത്വമസി, അത് നീയാവുന്നു. നിങ്ങളതിനെ ഉൾക്കൊള്ളുന്ന അവസരത്തിൽ നിങ്ങളെങ്ങനെ പറയണം? അത് ഞാനാവും. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം. ഇത് നേടിയെടുക്കേണ്ടതായിട്ടുള്ളതല്ല, പിന്നെയോ നേടപ്പെട്ടിരിക്കുന്നതാണ്. സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ളതല്ല, സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതാണ്. കാരണം നിങ്ങൾ അതായിട്ടിരിക്കുകയാണ്, പക്ഷെ അറിയുന്നില്ല. എന്തുകൊണ്ടറിയുന്നില്ല? ഇതാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഗോപാലനാണ്, ഗോപാലകൃഷ്ണനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിലയിൽ ഞാൻ ഭാവത്തിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അജ്ഞാനം, അറിവില്ലായ്മ. ഉപദേശമൊഴികളിലൂടെ അതല്ല നീ, അതിനകത്തിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് നിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിനന്യമായിട്ട് മറ്റൊന്നുമില്ല. അത് അദ്വൈത വസ്തു, രണ്ടാമത് മറ്റൊന്നില്ലാത്ത വസ്തുവാണ്. രണ്ടാമതായിട്ട് മറ്റൊന്നുമില്ല, ഉള്ള വസ്തു. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നുപോയി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഏകമായ വസ്തു, അതാണ് ഏകോ ദേവഃ. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സ്വയം പ്രകാശ വസ്തു. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, അതാണ് നമ്മുടെ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്, നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ. ഞാൻ ഈ ദേഹമല്ല, പിന്നെ അതിനകത്തിരിക്കുന്ന ആ വസ്തു ദേഹി. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ.
പിന്നെ എനിക്കെവിടെയാ ജന്മം, എവിടെയാ എനിക്ക് മരണം? ഈ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ആരാണോ അതിനെക്കുറിച്ച് ബോധവാനായി അതിൽ സ്ഥിതി നേടുന്നത്, പ്രാരബ്ധം തീരുമ്പോൾ ഈ ശരീരം ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. പക്ഷേ അയാൾക്ക് പിന്നെ ജന്മമില്ല, പിന്നെ ജനിക്കുന്നില്ല. എന്തുകൊണ്ട് ജനിക്കുന്നില്ല? ജീവിച്ചിരിക്കുമ്പോൾ ജന്മമില്ലാത്ത, ജനിമൃതികളില്ലാത്ത ആ ശുദ്ധ സ്വരൂപത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് യോഗ. ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ ഈ അറിവ് നിലയിലേക്ക് ഉണർന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെയുള്ള ആ വസ്തുവുമായിട്ട് യോജിപ്പിക്കുന്നത്, ആ യോഗ നിലയിലേക്ക് ആരാണോ ഉണരുന്നത്, സ്ഥിതി നേടുന്നത്, അതാണ് എന്താണ്? വിനിർമുക്ത ഘടാകാശവത് പരിപൂർണത വിദേഹമുക്തി സൈവ കൈവല്യമുക്തി. കൈവല്യമുക്തിരിതി, അതിനെ തന്നെയാണ് വിദേഹമുക്തി എന്നും കൈവല്യമുക്തി എന്നും ഒക്കെ പറയുന്നത്. ആ നിലയാണ്. ഏതു നില? ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ബോധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിച്ച് ആ ഭാവത്തിൽ സദാ, അതാണ് നേരത്തെ പറഞ്ഞത് മന്ത്രം, ശിവോഹം 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 ശിവം. ആ മംഗളസ്വരൂപം, അതാണ് താൻ എന്ന ഉറപ്പ് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിവോഹം എന്ന് മന്ത്രം മുഴക്കുമ്പോൾ ഞാൻ ആ ശിവമാകുന്നു, ആ മംഗളസ്വരൂപമാകുന്നു. സോഹം എന്ന് പറഞ്ഞാലും അത് തന്നെ, സഹ അഹം, അത് ഞാനാകുന്നു, എന്നിലിരിക്കുന്ന അത്, ഐ എം ദാറ്റ്. ഈ അറിവ് നില ആർക്കാണോ ഈ ശരീരം വെടിയുന്നതിന് മുൻപ് തന്നിൽ സ്വായത്തമാക്കാൻ കഴിയുന്നത്, അയാൾക്ക് പുനർജന്മമില്ല, അയാൾക്ക് മരണമില്ല. എന്നാൽ ഈ ശരീരം അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. അതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ആ മരണം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മരണമില്ലാത്ത നിലയിലേക്ക് നമ്മെ നാം ഉദ്ധരിപ്പിച്ചിരിക്കുന്നു. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. ആ മന്ത്രം അറിയാം സ്വാമി, അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, കാണാതെ അറിഞ്ഞതുകൊണ്ടും കാര്യമില്ല. ആ ഉദ്ധരിപ്പിക്കൽ, അതിലേക്കുള്ള ഉയർത്തൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നടത്തിയിരിക്കണം. എങ്ങനെ? തിരിച്ചറിവിലൂടെ. തിരിച്ചറിവ് മാത്രം മതി. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത് എന്നറിയുക. നിങ്ങൾ അറിയുന്നില്ലേ? അതല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അറിവ് ഉറച്ചു കഴിഞ്ഞാൽ ആ ഉറച്ച നിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അവൻ ആ ഭാവത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ഈട്ടിത്തടിയുടെ കറുപ്പ് വർദ്ധിക്കുന്നത് പോലെ ആ അറിവ് നില അങ്ങനെ കഠിനമായിക്കൊണ്ടിരിക്കും, ഉറച്ച നിലയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. സൈവ കൈവല്യമുക്തിരിതി. ആ സമയത്ത് ഉള്ള നിലയാണ് നാഹം ദേഹോ ജന്മ മൃത്യു കുതോമേ. ഞാൻ ഈ ദേഹമല്ല, പിന്നെ എവിടുന്നാ എനിക്ക് മരണം, പിന്നെ എവിടുന്നാ എനിക്ക് ജനനം? ഞാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനിമൃതികളില്ലാത്ത എൻ്റെ യഥാർത്ഥ സ്വരൂപവുമായിട്ട് ഞാൻ എന്നെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് മോക്ഷം, മുക്തി. ശരിക്കും മോക്ഷം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് മോക്ഷം. ആരാണോ തൻ്റെ അറിവ് നില തന്നിൽ തന്നെയുള്ള ആ ശുദ്ധ സ്വരൂപവുമായിട്ട്
എന്താ ശുദ്ധസ്വരൂപം? സച്ചിദാനന്ദം, സത് ചിത് ആനന്ദം. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് താനെന്നും ബോധിച്ചത്. ആ ബോധിച്ച നിലയിലുള്ള അവസ്ഥയാണ് നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, നാഹം പ്രാണഃ ക്ഷുത് പിപാസേ കുതോമേ. ഞാൻ പ്രാണനല്ല, പിന്നെ എങ്ങനെയാ എനിക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുന്നത്? നാഹം ചേതഃ ശോകമോഹൗ കുതോമേ. ഞാൻ ചിത്തമല്ല, പിന്നെ എനിക്ക് എവിടുന്നാണ് ശോകം, മോഹം ഇതൊക്കെ ഉണ്ടാകുന്നത്? അതൊക്കെ ചിത്തവൃത്തികളാണ്. ഞാൻ മനസ്സല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല, ഇതൊന്നുമേ അല്ല ഞാൻ. അത് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, നാഹം പ്രാണഃ ക്ഷുത് പിപാസേ കുതോമേ. വിശപ്പും ദാഹവും ഒക്കെ എനിക്ക് എവിടുന്നാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ പ്രാണനല്ല, അതൊക്കെ പ്രാണൻ്റെ വികാരങ്ങളാണ്. നാഹം ചേതഃ ശോകമോഹൗ കുതോമേ. ഞാൻ ചിത്തമല്ല, പിന്നെ എനിക്ക് എവിടുന്ന ശോകം, മോഹം ഇതൊക്കെ ഉണ്ടാകുന്നത്? നാഹം കർത്ത ബന്ധമോക്ഷൗ കുതോമേ. ഞാൻ ഒന്നിനും കർത്താവുമല്ല. കർത്താവല്ല, നീയല്ല ഇപ്പോൾ അവിടെ മറ്റേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി എന്നിൽ കൂടി പ്രവഹിക്കുകയായിരുന്നു. ഞാനവിടെ ഒന്നും ചെയ്യുന്നില്ല. ആ കർമ്മം എന്നിൽ കൂടി പ്രവഹിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? അയാൾ എന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ആ ഉയർത്തിയപ്പോഴും തന്നിലെ ഞാൻ കർമ്മനിരതനായിരിക്കുന്നു. അപ്പോഴും പ്രാരബ്ധാനുസാരമുള്ള കർമ്മം അയാളിൽ കൂടി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ഏതു നിലയിലാണ്? ആ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനായിട്ടല്ല അയാൾ ആ ശരീരത്തിലിരിക്കുന്നത്, പിന്നെയോ താനായിട്ട്, ആ സാക്ഷി ചൈതന്യമായിട്ട്. അതുകൊണ്ട് ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ബന്ധവും മോക്ഷവും ഒന്നും തന്നെ ബാധിക്കുന്നതല്ല. ഞാൻ കർമ്മം ചെയ്തിട്ടില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കർമ്മം ചെയ്യുന്നില്ല. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഞാൻ ഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലെ താൻ നടക്കുന്നില്ല. നിങ്ങളിലെ ഞാനാണ് നടക്കുന്നത്. ശരീരാഭിമാനിയാണ് നടക്കുന്നത്. നിങ്ങളിലെ ആത്മാഭിമാനി തന്നിലെ താൻ നടക്കുന്നില്ല. അത് സ്വച്ഛമായിട്ടിരിക്കുന്നു. തന്നിലെ താൻ, എല്ലാവരിലെയും താൻ. നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങളിലെ ഞാൻ നടക്കുമ്പോൾ നിങ്ങളിലെ താൻ നടക്കുന്നില്ല. നിങ്ങളിലെ ഞാൻ ഉണ്ണുമ്പോൾ നിങ്ങളിലെ താൻ ഉണ്ണുന്നില്ല. നിങ്ങളിലെ ഞാൻ ഉറങ്ങുമ്പോൾ നിങ്ങളിലെ താൻ ഉറങ്ങുന്നില്ല. സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ള അറിവ് നിലയിലേക്ക് നിങ്ങൾ ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ ഉയരണം. നിങ്ങൾ നിങ്ങളെ ഉയർത്തണം. ഉയർത്തിയിട്ടില്ലെങ്കിൽ ഉയർത്തണം. എന്താ നേട്ടം? ഇനി ജന്മമില്ലാത്ത നില, മരണമില്ലാത്ത നില. എന്തുകൊണ്ടാണ് മരണമില്ലാത്ത നിലയുണ്ടാകുന്നത്? ആ വസ്തു തന്നിലെ താൻ മരണരഹിത വസ്തുവാണ്. തന്നിലെ ഞാനാണ് മരിക്കുന്നത്. ആ ഞാനെന്ന് പറയുന്നത് ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. തന്നിലെ ഞാൻ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. ഈ നാമരൂപധാരിയായ ഞാൻ ഉള്ളതേ അല്ല. ഓഷോയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, അങ്ങയെ നോക്കി ഭഗവാൻ രജനീഷ് എന്ന് വിളിക്കുന്നു, അങ്ങയ്ക്ക് നാണമില്ലേ? അങ്ങൊരു പ്രൊഫസറല്ലേ? ഞാൻ ഈശ്വരനല്ല എന്ന് അങ്ങയ്ക്ക് പറഞ്ഞുകൂടെ? ഞാൻ ഭഗവാനല്ല എന്ന് അങ്ങയ്ക്ക് പറഞ്ഞുകൂടെ? അങ്ങ് രജനീഷല്ലേ? അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ പറയും? ഞാൻ രജനീഷ് എന്ന് പറഞ്ഞാൽ അത് അസത്യമല്ലേ?
ആ രജനീഷ് എന്നുള്ള പേരിന് പകരം കുട്ടപ്പൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുട്ടപ്പനായിട്ടല്ലേ ഇരിക്കൂ. രജനീഷ് എന്ന പേരിന് പകരം ഔസേപ്പ് എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഔസേപ്പ് ആയിട്ടല്ലേ ഇരിക്കൂ. അപ്പോൾ ആ പേര് അസത്യമാണ്. രജനീഷ് എന്നുള്ള നാമം അസത്യമാണ്. പിന്നെയോ ആ രജനീഷ് എന്നുള്ള പേരിന് മുൻപ് അവർ പറഞ്ഞ ഒരു പദം എന്താ? ഭഗവാൻ എന്ന ഉള്ള പദം. ഭഗവാൻ രജനീഷ് എന്ന് അങ്ങയെ വിളിക്കുമ്പോൾ അങ്ങയ്ക്ക് പറഞ്ഞുകൂടെ ഞാൻ ഭഗവാനല്ല എന്ന് അങ്ങയ്ക്ക് പറഞ്ഞുകൂടെ എന്നാണ് പരിഹാസരൂപേണ അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ആളുകൾ ഭഗവാൻ രജനീഷ് എന്ന് പറഞ്ഞതിൽ ഭഗവാൻ മാത്രം സത്യം, രജനീഷ് എന്ന് പറയുന്നത് അസത്യം. അതുപോലെ നിങ്ങളുടെ നാമം മുഴുവനും അസത്യം അല്ലേ? നിങ്ങളിപ്പോൾ ഏതെങ്കിലും പേരുമായിട്ട് ദുർഗാനന്ദ സരസ്വതി എന്നുള്ളതിന് പകരം എന്തുവാ വേറൊരു സദാനന്ദ സരസ്വതി എന്നിട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെയല്ലേ ആയിരിക്കൂ. ഈ സരസ്വതി ആകുന്നതിന് മുമ്പ് വേറൊരു പേരിലായിരുന്നു. ഇപ്പോൾ ഈ പേര്, ഇത് രണ്ടും അസത്യം. ഇതിന് മുമ്പുള്ള പേരും അസത്യം, ഈ പേരും അസത്യം. അതുപോലെ നിങ്ങളുടെ പേരും അസത്യം. പിന്നെന്താ സത്യമായിട്ടുള്ളത്? എന്താ? ഭഗവത് തത്വം, ഈശ്വരത്വം. നിങ്ങൾ ഓരോരുത്തരും ആ ഈശ്വരത്വത്തിൽ പ്രകാശിക്കുന്നവരാണ്. ഭഗവത് സ്വരൂപം തന്നെയാണ്. അതാണ് കൃഷ്ണൻ പറയുന്നത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. ആ ആത്മചൈതന്യമാകുന്നു ഞാൻ. കൃഷ്ണൻ ഏത് പ്രകാരം പറയുന്നു അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും പറയാൻ സാധിക്കും. പറയണം, അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആ ആത്മചൈതന്യമാകുന്നു. എന്താ ആത്മചൈതന്യം? ആ സാക്ഷി ചൈതന്യം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം ഇതാണ്. എന്താണ്? ഞാൻ ആ ചൈതന്യ സ്വരൂപം. ഓരോരുത്തരും സദാ ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി സദാ ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ സദാ വിരാജിക്കണം, പ്രകാശിക്കണം, സദാ ഭാവന ചെയ്യണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും സോഹം സോഹം സോഹം, ശിവോഹം 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 ശിവോഹം. മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നുമല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നതിന് മുൻപ് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് മോക്ഷം തരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാ പിടിച്ചോ മോക്ഷം, ഇവിടുന്ന് തരികയാണ്. എന്താ? ആരിൽ നിന്ന് നേടേണ്ടതായിട്ടുള്ളതല്ല മോക്ഷം. നിങ്ങളെല്ലാവരും മോക്ഷപ്രാപ്തരായിരിക്കുകയാണ്. ആ മോക്ഷനിലയിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. പക്ഷേ അതിനെ തിരിച്ചറിയുന്നില്ല. ഞാൻ ഇതാണ് എന്നുള്ള ഭാവത്തിൽ ഇതിലാണിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. അറിവ് അവിദ്യാനിലയിൽ നിന്ന് വിദ്യാനിലയിലേക്ക് നിങ്ങളെ ഉയർത്തണം. വളരെ നിസ്സാരം. അതിന് ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. കുടുംബം കളയണ്ട, ഭർത്താവിനെ കളയണ്ട, ഉദ്യോഗം കളയണ്ട. ഏതവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ ജീവിച്ചുകൊള്ളൂ. ഒന്നിൽ നിന്നും ഒഴിവാകണ്ട. പക്ഷേ ഈ അറിവ് നിലയിലേക്ക് നിങ്ങളെ നിരന്തരമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കണം. ആ ഭാവം നിങ്ങളിൽ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. എന്താ സ്ഫുരിച്ചു കൊണ്ടിരിക്കേണ്ടത്? നാഹം ദേഹോ ജന്മ മൃത്യു കുതോമേ, നാഹം പ്രാണഃ ക്ഷുത്പിപാസേ കുതോമേ, നാഹം ഛേദഃ ശോകമോഹൗ കുതോമേ, നാഹം കർത്ത
ബന്ധമോക്ഷൗ കുതോമേ. ഒന്നിൻ്റെയും കർത്താവല്ല ഞാൻ, ഒരു കർമ്മത്തിലും ഞാൻ വ്യാപരിക്കുന്നില്ല. പിന്നെയോ കർമ്മങ്ങളെല്ലാം എന്നിൽ കൂടി പ്രാരബ്ധാനുസാരം പ്രവഹിക്കുകയാണ്. ഞാൻ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നിലെ ഞാൻ. പക്ഷേ ആ ഞാനിലിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിലയിലിരുന്നു കൊണ്ട് ഞാനിന് സാക്ഷിയായിട്ടിരിക്കാം. നിങ്ങളിൽ പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഞാനിന് സാക്ഷിയായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശരീരത്തിൽ വർത്തിക്കാം. ഏതുവരെ? പ്രാരബ്ധം തീരുവോളം. പ്രാരബ്ധം തീരുന്ന സമയത്ത് ഈ ശരീരം ഇന്നലെ തന്നെ ഏതോ അമ്പലത്തിൽ പോയി 8-10 പേരില്ലേ, ആന്ധ്രയിലെ ഏതോ അമ്പലത്തിൽ, ഒരു സ്വകാര്യ അമ്പലത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പെട്ട് 8-10 പേരൊന്നുമല്ല, വേറെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ആശുപത്രിയിലുണ്ട്. വിജയ്, സിനിമാ നടൻ വിജയിൻ്റെ മീറ്റിങ്ങിൽ എത്രയോ പേർ മരിച്ചില്ലേ? അതുപോലെ ആ മരിച്ചവരെല്ലാം ഈ നിലയിലേക്ക് ഉയർന്നിട്ടില്ല. നോക്കൂ, നിങ്ങളുടെ ആ ഭാഗ്യം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഭാഗ്യം, ഇത് കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല എന്നാണ് കഠോപനിഷത്തിൽ പറയുന്നത്. ശ്രവണായ അപി ബഹുബിർ യോ ന ലഭ്യ ശൃണ്വന്തോ അപി ബഹവോ യം ന വിദ്യുഹു. കേട്ടാൽ പോലും അത് അറിയുന്നില്ല. നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു, ആവർത്തിച്ച് പറയുന്നുണ്ട്. അറിയുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? അത്രമാത്രം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആശ്ചര്യോ വക്ത കുശലോ അസ്യ ലബ്ധ. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നയാൾ ഒരാശ്ചര്യ പുരുഷനാണ്. കുശലോ അസ്യ ലബ്ധ, അത് ലഭിക്കുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠനാണ്, അതിശയ പുരുഷനാണ്. എന്താ? മുക്താവസ്ഥയിലേക്കാണ് ഓരോരുത്തരും ഉയരുന്നത്. വേറെ മുക്താവസ്ഥ എവിടുന്നെങ്കിലും വാങ്ങേണ്ടതല്ല. ഓരോരുത്തരും സദാ മുക്താവസ്ഥയിലാണ്, സദാ ശിവഭാവത്തിലാണ് ഇരിക്കുന്നത്. ശിവം മംഗളസ്വരൂപം തിരിച്ചറിയുക. ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ ഗോപാലകൃഷ്ണൻ അല്ല ഞാൻ, ഈ ഹിന്ദു അല്ല ഞാൻ, ക്രിസ്ത്യാനി അല്ല ഞാൻ, മുസൽമാൻ അല്ല ഞാൻ. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. അതാണ് ഇവിടെ പറഞ്ഞത്. നാഹം ദേഹോ ജന്മമൃത്യു കുതോമേ, നാഹം പ്രാണഃ ക്ഷുത്പിപാസേ കുതോമേ, നാഹം ചേതഃ ശോകമോഹൗ കുതോമേ, നാഹം കർത്ത ബന്ധമോക്ഷൗ കുതോമേ, നാമം നാഹം രൂപം നാഹം ന കർമ്മ. നാമവും ഞാനല്ല, ഈ രൂപവും ഞാനല്ല, എന്നിൽ കൂടി പ്രവഹിക്കുന്ന ഈ കർമ്മവും ഞാനല്ല. പിന്നെയോ ബ്രഹ്മൈവാഹം സച്ചിദാനന്ദ സ്വരൂപം, ബ്രഹ്മൈവാഹം സച്ചിദാനന്ദരൂപം. ഞാൻ ആ ബ്രഹ്മം തന്നെയാവുന്നു. ഐ എം ദാറ്റ് സച്ചിദാനന്ദ സ്വരൂപ, ആ സാക്ഷി ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഞാൻ അതാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. റോഡിൽ കൂടി ഭിക്ഷ തട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു പിച്ചക്കാരനിലും ബ്രാഹ്മണനിലും ക്ഷത്രിയലും വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവ സ്വപാകേ ച പണ്ഡിതാഹ സമദർശിന. പണ്ഡിതൻ ആരാ? പണ്ഡിതൻ ഈ അറിവിനെ അറിയുന്നവൻ. നിങ്ങളെല്ലാം ഈ അറിവിനെ അറിയുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാം ആ പണ്ഡിത നിലയിലാണ്, ആ അറിവ് നിലയിലാണ്. അവരെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഹസ്തിനി ശുനീ ചൈവ സ്വപാകേ ച പണ്ഡിതാഹ സമദർശിന. ആ ആൾ, ഈ അറിവുള്ള ആൾ എല്ലാവരിലും, ഭിക്ഷക്കാരനിലും ഗുണ്ടയിലും
അല്ലേ? ക്രിമിനലിലും നീചനിലും ഒരു വ്യത്യാസവുമില്ലാതെ ആ വസ്തുവിനെ തന്നെയാണ് കാണുന്നത്. അവൻ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും അവൻ ആ വസ്തുവിനെയാണ് കാണുന്നത്. ആ വസ്തുവിലേക്ക് ഉണർന്നിട്ടുള്ള ഒരാൾ ഹിന്ദുവിനെ കാണുന്നില്ല, ക്രിസ്ത്യാനിയെ കാണുന്നില്ല, മുസൽമാനെ കാണുന്നില്ല. അവൻ സർവ്വതിലും ആ ഏകമായ ചൈതന്യത്തെ മാത്രമേ കാണുന്നു. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം. സ്വയം ബോധിച്ച് നിങ്ങൾ ഓരോരുത്തരും സ്വയം പറയണം, ഐ എം ദാറ്റ്, അതാണ് ഞാൻ. അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം ഞാനാകുന്നു. അഹം ബ്രഹ്മാസ്മി. അത് ഉപദേശിച്ചു തരുന്ന ആൾ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? തത് ത്വമസി, അത് നീയാകുന്നു. തത് ത്വമസി, ഏത്? നിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്, നിൻ്റെ ഉള്ളിലുണ്ടായിട്ടും നീ അറിയാതിരിക്കുന്ന അത്. അതിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് ബോധിച്ച്, അതാണ് ആ വേദാന്ത ഡിണ്ടിമം പറഞ്ഞത്. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഞാൻ അതാണെന്ന് ബോധിച്ച് സ്വയം ഉറപ്പുവരുത്തി അതിനെ ബലം വർദ്ധിപ്പിക്കണം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ. അവനാണ് മുക്തൻ. ഇല്ലാതെ മുക്തിക്ക് വേണ്ടി എവിടെങ്കിലും ഓടി നടന്നാലൊന്നും മുക്തി കിട്ടുകയില്ല. കാശിയിൽ നിന്നൊരു വലിയ സന്യാസി വന്നിരിക്കുന്നു, മുക്തി കിട്ടുമെന്ന്. അവിടെ പോയാലൊന്നും മുക്തി കിട്ടുകയില്ല. പിന്നെ എങ്ങനെയാണ് മുക്തി കിട്ടുന്നത്? ഈ അറിവ് നേടി ഏതൊരാളാണോ തന്നിൽ സ്വച്ഛമായിരിക്കുന്ന ആ മുക്തസ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ നിലയിൽ ഈ ശരീരത്തിൽ തന്നെ സദാ നിലനിർത്തുന്നത്, അതാണ് മുക്താവസ്ഥ. ആ നിലയിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിച്ചിട്ടുള്ളത് അയാൾക്ക് മരണമില്ല. പക്ഷേ ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം അടർന്നു വീഴും. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അതിനു മുൻപ് തന്നെ അവൻ അയാളുടെ ആത്മാവിനെ ആ പരമാത്മാവുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ദറ്റ് ഈസ് കാൾഡ് മോക്ഷ. അതാണ് ജനിമൃതികളിൽ നിന്നുള്ള മോചന നില. ദറ്റ് ഈസ് മോക്ഷ. പിന്നെ ജനനവുമില്ല, മരണവുമില്ല. ആ ശുദ്ധ സ്വരൂപമായിട്ട് മാറിയിരിക്കുന്നു. ബ്രഹ്മൈവാഹം സച്ചിദാനന്ദ സ്വരൂപം. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത്, ആ ഭാവത്തിൽ ആരാണോ മറ്റൊരു ചിന്തയുമില്ലാതെ സദാ ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിർത്തുന്നത്. ഗീത 9-ാം അധ്യായത്തിൽ രാജഗുഹ്യ യോഗത്തിൽ പറയുന്നത്, അനന്യാസ് ചിന്തയന്തോ മാം ഏ ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. തേഷാം നിത്യാഭിയുക്താനാം, സദാ ആ ഭാവത്തിൽ തന്നെ ആര് തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നു, അതാണ് നിത്യാഭിയുക്താനാം. അവൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ യോഗവും ക്ഷേമവുമൊക്കെ ഞാൻ തന്നെ നടത്തിക്കൊടുക്കും. ആ ഭാവത്തിലേക്ക് ഉണർന്ന് ജീവിക്കുന്ന ഒരാളിന്. അപ്പോൾ അതിനെ തൻ്റെ ഉള്ളിൽ കാണാതെ കാണണം, ആ സാക്ഷി ചൈതന്യത്തെ. യജുർവേദത്തിലെ ബ്രഹ്മോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ഉപനിഷത്തുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു മന്ത്രം, ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി യോഗവിത് തത്വദർശിഭിഹി. സംസ്കൃതമാണെങ്കിലും മലയാളത്തിനേക്കാൾ വളരെ ലളിതമാണ്. തത് സൂത്രം ധാരയേത് യോഗി. തത് സൂത്രം, ഏതാ സൂത്രം? എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും ഹിന്ദുവിൻ്റെ ഉള്ളിൽ കൂടിയും ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് സൂത്രം. തത് സൂത്രം ധാരയേത് യോഗി. ആരാ യോഗി? ഈ അറിവ് നിലയിലേക്ക് ആരാണോ ഉണർന്നിട്ടുള്ളത്,
അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ ആരാണോ യോജിപ്പിച്ചിട്ടുള്ളത് അയാളാണ് യോഗി. ആ യോഗി എന്നുള്ള നിലയിലേക്ക് ഏതൊരാളിനും ഉയരാം. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. ആർക്കും ആ സൂത്രത്തെ, ആ ബ്രഹ്മമാകുന്ന സൂത്രത്തെ ഏതൊരാളിനാണോ കാണാതെ കണ്ട് അതാണ് താനെന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്താൻ കഴിഞ്ഞ് ആ സൂത്രത്തെ ആരാണോ സദാസമയവും ധാരണം ചെയ്യുന്നത്, ബ്രാഹ്മണർ സൂത്രം ഇടുന്നില്ലേ, ധരിക്കുന്നില്ലേ പൂണുനൂൽ, അതുപോലെ ബ്രഹ്മജ്ഞാനി സദാ ധാരണം ചെയ്യുന്നത് ആ ബ്രഹ്മമാകുന്ന സൂത്രമാണ്. തന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും സർവചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സൂത്രത്തെയാണ് ബ്രഹ്മജ്ഞാനി ധാരണം ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഏതുപനിഷത്താണ്? ബ്രഹ്മോപനിഷത്ത്. തത് സൂത്രം ധാരയേത് യോഗി, അയാളെയാണ് യോഗി എന്ന് പറയുന്നത്. ആ യോഗ നിലയിലേക്ക് ആർക്കും ഉയരാം. ബുദ്ധനൊക്കെ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാനൊക്കെ വിസമ്മതിച്ചിരുന്നു. അതൊക്കെ തെറ്റാണ്. പക്ഷേ അവസാനം ബുദ്ധൻ്റെ ചെറിയമ്മ വന്ന് ദീക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മോക്ഷം പ്രാപിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. സ്ത്രീകൾക്ക് മോക്ഷത്തിന് അർഹതയില്ലേ എന്ന് ബുദ്ധനോട് ചോദിച്ചു. അർഹതയുണ്ട്, പിന്നെന്താ ഞങ്ങൾക്ക് ദീക്ഷ തരാത്തത് എന്ന് ആ ചെറിയമ്മ, ബുദ്ധനെ വളർത്തിയത് ആ ചെറിയമ്മയായിരുന്നു, ചോദിച്ചു. അങ്ങനെ ബുദ്ധന് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കേണ്ടി വന്നു. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല, ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഏതൊരാളിനാണോ ഈ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്, ആ സൂത്രത്തെ ധാരണം ചെയ്യാൻ സാധിക്കുന്നു, അതാണ് ഏന സർവമിതം പ്രോതം സൂത്രേ. സർവമിതം പ്രോതം, സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ വൃക്ഷമെന്നോ ചെടിയെന്നോ കൊടിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഇന്ത്യക്കാരനെന്നോ അറേബ്യക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം, ബ്രഹ്മമാകുന്ന സൂത്രം. തത് സൂത്രം ധാരയേത് യോഗി. യോഗവിത്ത്, തത്വദർശിവാൻ, അവനെയാണ് തത്വദർശി എന്ന് പറയുന്നത്. വരാഹോപനിഷത്തിൽ വേറൊരു മന്ത്രം പറയുന്നുണ്ട്, അത് യജുർവേദത്തിലുള്ളതാണ്. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർനിരീക്ഷ്യതേ. സർവകം സച്ചിദാത്മാനം, സർവരിലും കൂടി കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപത്തെ ജ്ഞാനചക്ഷുർ നിരീക്ഷ്യത. ആരാ ജ്ഞാനചക്ഷു? ഈ അറിവിലേക്കുണർന്നവൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിലേക്ക് ഉണർന്ന് അന്തർനേത്രം, ആ ജ്ഞാനനേത്രം തുറന്ന് ആ സൂത്രത്തെ, ആ ബ്രഹ്മത്തെ ആരാണോ തൻ്റെ ഉള്ളിൽ കാണുന്നത്, അവനെയാണ് സർവജ്ഞാനചക്ഷു എന്ന് പറയുന്നത്. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനും അന്ധവത്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ ഏതു പ്രകാരമാണോ ഒരന്ധന് കാണാൻ സാധിക്കാത്തത്, അതുപോലെ ഈ അറിവിലേക്ക് ഉണർന്നിട്ടില്ലാത്ത ഒരാളിന് തൻ്റെ ഉള്ളിൽ ശുദ്ധ സ്വരൂപമായിരിക്കുന്ന ആ വസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല. അത് ആ നില ഏതുപോലെയാണ്? ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ ഒരന്ധന് കാണാൻ കഴിവില്ലാത്തതുപോലെ ഈ ജ്ഞാനനേത്രം തുറന്നിട്ടില്ലാത്ത ഒരാളിന് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപത്തെ, ആ മോക്ഷനിലയെ കാണാൻ സാധിക്കുകയില്ല. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. ജ്ഞാനചക്ഷു, ജ്ഞാനനേത്രം തുറന്നിട്ടുള്ള ആൾ ആര്? നിങ്ങളെല്ലാവരും.
നിങ്ങളെല്ലാവരും ആ ജ്ഞാനനേത്രം തുറന്നിരിക്കുന്നവരാണ്. ഇനി അത് ആ വസ്തു, ആ ദിവ്യസൂത്രം, നിങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സൂത്രത്തെ നിങ്ങൾ കാണാതെ കാണണം. ബൾബിനകത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി, ട്യൂബിനകത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി, ഫാനിനകത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതി, മൈക്കിനകത്തുകൂടി കടന്നു പോകുന്ന വൈദ്യുതിയെ കാണാതെ കാണുന്നത് പോലെ ഉണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയുന്നു? നീ കണ്ടോ? കണ്ടില്ല. പിന്നെ അറിയുന്നു, അറിവിലൂടെ. ഞാൻ പറയുന്ന ശബ്ദം മൈക്കിലൂടെ പുറത്ത് ഹാണിൽ പോകുന്നു. അതുകൊണ്ട് ഞാൻ ധരിക്കുന്നു മൈക്കൊണ്ട് വൈദ്യുതി ഉണ്ട്. അതുപോലെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദിവ്യസൂത്രത്തെ, തത് സൂത്രം ധാരയേത് യോഗി. യോഗിയായിരിക്കുന്നവൻ സദാസമയത്തും ആ സൂത്രത്തെ ധാരണം ചെയ്യുന്നു. ബ്രാഹ്മണർ ഏതുപോലെയാണോ തൻ്റെ ശരീരത്തിൽ ആ പൂണുനൂൽ ധരിച്ചിരിക്കുന്നത്, അതുപോലെ ജ്ഞാനി അറിവാകുന്ന സൂത്രം സദാ ധരിച്ചിരിക്കുന്നു. തത് സൂത്രം ധാരയേത് യോഗി യോഗവിത്ത് തത്വദർശിവാൻ. തത്വദർശി ആരാണ്? തത്വത്തെ ദർശിക്കുന്നവൻ. ആരാണ് തത്വദർശി? നിങ്ങൾ ആ തത്വത്തെ ദർശിക്കുന്നയാളാണ്. ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾ കേട്ടു, അറിയുന്നു. ആ വസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ വസ്തു തന്നെയാണ് അവൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ കേൾക്കുന്നു, അറിയുന്നു. അത് എന്നിൽ കൂടിയും കടന്നു പോകുന്നു. യെസ്, അതിനെ ഞാൻ കാണാതെ കാണുന്നു. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ. അതിനെയാണ് കൃഷ്ണൻ പറയുന്നത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. സർവഭൂതങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം. തത് സൂത്രം ധാരയേത് യോഗി. ആരാണോ ഈ കേൾക്കുന്ന അറിവിലൂടെ ആ സൂത്രത്തെ, ആ ചൈതന്യമാകുന്ന സൂത്രത്തെ, ആ സാക്ഷി സ്വരൂപമാകുന്ന സൂത്രത്തെ, ആ പരബ്രഹ്മമാകുന്ന സൂത്രത്തെ, ആ പരമാത്മ സ്വരൂപമാകുന്ന സൂത്രത്തെ ആരാണോ ധരിക്കുന്നത്, ധാരണം ചെയ്യുന്നത്, അതിനെ കാണാതെ കാണുന്നത്, അയാളെയാണ് യോഗി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും യോഗി എന്ന നിലയിലേക്ക് ഉയരാനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അല്ലേ? നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളാണോ പെണ്ണോ കുടുംബമോ അച്ഛനോ അമ്മയോ ഭാര്യയോ ഒന്നും നോക്കണ്ട. ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾ ഉണർന്നിട്ടുണ്ടോ? ഈ നാമരൂപധാരിയായ നിങ്ങളാണോ നിങ്ങളുടെ യഥാർത്ഥ ഞാൻ? അതോ ആ ഞാനിനെയും നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന, എൻ്റെ എല്ലാ ഇന്നലകൾക്കും സാക്ഷിയായിരിക്കുന്ന, ഇതപര്യന്തം ഈ ശരീരത്തിൽ ഉള്ള ആത്മാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെ നിങ്ങൾ കാണാതെ കണ്ട് ബോധിച്ച് അതാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ അറിവ് നിലയുമായിട്ട് നിങ്ങൾ യോജിച്ചിരിക്കുന്ന നിലയെയാണ് യോഗി എന്ന് പറയുന്നത്, യോഗനില എന്ന് പറയുന്നത്. അതിൽ സ്ഥിരത ആർജിക്കുന്ന ആളിനാണ് പുനർജന്മമില്ലാത്തത്. മരിച്ചു കഴിഞ്ഞാൽ പുനർജനിക്കുകയില്ല. എന്താ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ തന്നിലെ ആ ശുദ്ധ സ്വരൂപവുമായിട്ട് ഏകീഭവിച്ചു, ഒന്നായിത്തീർന്നു. ഏതുപോലെ? യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? അറിയുന്നവൻ. ഏതിനെ അറിയുന്നവൻ?
ഇവിടെ കേട്ടുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞ് ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായവൻ നദി സമുദ്രത്തിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ആ നദി വീണ്ടും പുനർജനിക്കാതിരിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ അറിവ് നിലയിലേക്ക് ഉയർന്ന് ആ പാരമാർത്ഥിക വസ്തുവുമായിട്ട്, ആ പരമാർത്ഥ സ്വരൂപവുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പുനർജന്മമില്ല. യോജിപ്പിച്ചു കഴിഞ്ഞിട്ടും അയാളുടെ പ്രാരബ്ധം തുടർന്നുകൊണ്ടേയിരിക്കും അനുവദിച്ചിരിക്കുന്ന സമയം തീരുന്നതുവരെ. ആ തീരുന്ന സമയത്ത് മരണം സംഭവിക്കും. അതിനു മുൻപ് തന്നെ അയാൾ തന്നെ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ദറ്റ് ഈസ് കാൾഡ് മോക്ഷ, മുക്തി, ജനിമൃതികളില്ലാത്ത നില. അത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേടേണ്ടതാണ്. ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഉള്ള നില നാദബിന്ദുപനിഷത്ത്, ഋഗ്വേദത്തിലെ നാദബിന്ദുപനിഷത്ത് ഈ നിലയിലേക്ക് എത്തിയ ഒരാളിനെ കുറിച്ച് പറയുന്നു. ഉത്പന്നേ തത്വവിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ചതി. ഉത്പന്നേ തത്വവിജ്ഞാനേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തത്വവിജ്ഞാനം, തത്വത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉദയം ചെയ്തു കഴിഞ്ഞാൽ, ഉത്പന്നേ തത്വവിജ്ഞാനേ പ്രാരബ്ധം നൈവ മുഞ്ചതി, പ്രാരബ്ധത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. തത്വജ്ഞാനോദയാദൂർധ്വം പ്രാരബ്ധം നൈവ വിദ്യതേ. തത്വജ്ഞാനോദയാദൂർധ്വം, ഈ തത്വജ്ഞാനത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ, ഈ കേട്ട് യെസ് ബോധിച്ചു, മനസ്സിലായി, ഐ ആം നോട്ട് ദിസ്, ഐ ആം ദാറ്റ്, അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു, സ്വയം പ്രഖ്യാപിച്ചു ഐ എം എ യോഗി. ആ നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാലും പ്രാരബ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അപ്പോൾ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രാരബ്ധ നില അയാൾ അനുഭവിക്കുന്നേയില്ല. എന്തുകൊണ്ട്? അയാളിൽ ഞാനിനെ കാണുന്നില്ല. ഞാനാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾ തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി താൻ ഭാവവുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അതാണ് നേരത്തെ പറഞ്ഞത്, യോഗവിത്ത്, തത്വദർശിവാൻ. ആ നില ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും നേടാനുള്ള അവസരമാണ്. അതുകൊണ്ട് ആ നാദബിന്ദു ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയമഹാമതേ. എങ്ങനെ ജീവിക്കണം? ഈ ആത്മചൈതന്യത്തെക്കുറിച്ച് തന്നെ ബോധവാനായി സദാ ഞാൻ അതാണ്, ഐ എം ദാറ്റ്. ആത്മാനം സതതം ജ്ഞാത്വാ കാലം നയമഹാമതേ. മരണം വരെയുള്ള കാലം നിങ്ങൾ ജീവിച്ചു തീർക്കണം. എങ്ങനെ? പ്രാരബ്ധമഖിലം ഭുഞ്ചൻ ന ഉദ്വേഗം കർത്തുമർഹസി. എന്തെല്ലാം ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞ് പ്രാരബ്ധാനുസാരം അടി കിട്ടാൻ വിധിയുണ്ടെങ്കിൽ റോഡിൽ കിടന്ന് അടി കിട്ടേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഞാൻ കുംഭമേളയിൽ ഒരിക്കൽ പങ്കെടുക്കുമ്പോൾ പ്രയാഗയിൽ വെച്ച് ഒരു മഹാത്മാവ്, ഒരു പരമഹംസാവസ്ഥയിലുള്ള ഒരു മഹാത്മാവ് ഒരു വളഞ്ഞ വടിയുമായിട്ട് ഇങ്ങനെ ചടക്കാൻ പിടക്കാമെന്ന് നടന്നു വരുന്നു. ഈ വടി പിടിച്ചു വാങ്ങിക്കാനായിട്ട് ഒരു ഗുണ്ട അയാളുടെ പുറകെ കൂടി ആ വടി പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിടിയായി, വലിയായി അവിടെ കിടന്ന് അയാൾ വിട്ടുകൊടുക്കുന്നില്ല, ആ പരമഹംസനും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും കൂടെ പിടി വലിയായി അവിടെ ഇട്ട് ആ പരമഹംസനെ അടിച്ച് ചതച്ചു കുംഭമേള ഫീൽഡിൽ. അപ്പോൾ പരമഹംസാവസ്ഥയിൽ സാക്ഷാത്കാരം നേടിയ നിലയിലും പ്രാരബ്ധാനുസാരണം അടി കൊള്ളേണ്ട വിധിയുണ്ടെങ്കിൽ
ആട്ടിക്കൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. ഈ മന്ത്രം അപ്പോഴെൻ്റെ മനസ്സിലിങ്ങനെ വന്നു. പ്രാരബ്ധമഖിലം ഭുഞ്ജൻ ന ഉദ്വേഗം കർത്തുമർഹസി. ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധാനുസാരം അദ്ദേഹം പരമഹംസാവസ്ഥയിൽ ജീവിച്ചാലും രാമകൃഷ്ണദേവൻ കണ്ടില്ലേ, ആ അറിവിൻ്റെ പരമോന്നത നിലയിലെത്തിയിട്ടും അദ്ദേഹത്തിന് ക്യാൻസർ അനുഭവിക്കേണ്ടി വന്നു. അത് പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. ആ അറിവ് നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഈ ശരീരത്തിൽ എന്തെല്ലാം പ്രാരബ്ധം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണം. അതുകൊണ്ടൊന്നും തൻ്റെ അറിവ് നിലയിൽ, സാക്ഷാത്കാര നിലയിൽ യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. അയാൾക്ക് പുനർജന്മമില്ല എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഈ റോഡിൽ കിടന്ന് അടി കൊണ്ടിട്ടുള്ള ആളിന് പുനർജന്മമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്വാമി? അങ്ങനെയാണ്. അതാണ് പ്രാരബ്ധ നില. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. പക്ഷേ ആ പ്രാരബ്ധത്തിന് മുമ്പ് തന്നെ അയാൾ അറിയേണ്ടതറിഞ്ഞ് ആ അറിവ് നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നത് പോലെ ഒരുപാട് അറിവുകൾ, ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. ഏതാണ്ട് 1000 ചില്ലുവാനം ഉപനിഷത്തുകളുണ്ട്. അതിൽ 600 എണ്ണം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന തരത്തിലുണ്ട്. നമുക്ക് മലയാളത്തിൽ തന്നെ 125ഓളം ഉപനിഷത്തുകൾ നിസ്സാരമായിട്ട് വാങ്ങാൻ കഴിയും. ഈ ഉപനിഷത്തുകളിൽ കൂടി എല്ലാം പ്രഖ്യാപിക്കുന്നത് ഈ അറിവ് മാത്രമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നു, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാത് തത്വമാത്മനഃ. ശബ്ദജാലം മഹാരണ്യം അല്ലേ? എത്ര ഉപനിഷത്ത്, എത്ര വേദങ്ങൾ! ആ വേദത്തിൻ്റെ ശാഖകൾ 4 വേദങ്ങൾ, അതിനുള്ള ഉപശാഖകൾ, ഓരോ ഉപശാഖയ്ക്കും ഓരോ ഉപനിഷത്ത്, അങ്ങനെ 1100 ചില്ലുവാനം ഉപനിഷത്തുകൾ. ഇതിലെല്ലാം പ്രഖ്യാപിക്കുന്ന ഈ കാര്യങ്ങൾ, അതാണ് ശബ്ദജാലം മഹാരണ്യം. പിന്നെയോ മഹാഭാരതം മുഴുവനും ഇതാണ്, ഇതിൻ്റെ വിസ്താരങ്ങളാണ്. അതിനകത്ത് ഒരുപാട് ഗീതകളുണ്ട് മഹാഭാരതത്തിനകത്ത്. ആ ഗീതകളിലെല്ലാം കൂടി വ്യാഖ്യാനിക്കുന്നത് ഈ അറിവ് തന്നെയാണ്. അതുകൊണ്ട് ആണ് പറയുന്നത് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നത് ശബ്ദജാലം മഹാരണ്യം. ഒരു വലിയ കാട്ടിനകത്ത് കയറി പോകുന്നത് പോലെയാണ്. വഴിയറിയാതെ നമ്മൾ വിഷമിച്ചു പോകും. വഴിയറിയാതിരുന്നാൽ ഞങ്ങൾ യമുനോത്രിയിൽ പോയിരുന്ന അവസരത്തിൽ ഈ ഗൈഡുമായിട്ട് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. പോയാലേ വഴിയറിയാൻ ഒക്കൂ. ഞങ്ങളെന്ത് ചെയ്തു? ഗൈഡില്ലാതെ പോയി. രാത്രിയായി, തിരിച്ചു വരാനായിട്ട് വഴി അറിഞ്ഞുകൂടാ. എങ്ങോട്ട് തിരിയണമെന്ന് അറിഞ്ഞുകൂടാ. വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരു പട്ടി കൂടെ ഒന്ന്, ആ പട്ടി ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന് തിരിച്ച് താഴെ എത്താൻ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരാളായിട്ട് ആ പട്ടിയെ കൂടെ ഉൾപ്പെടുത്തി ആ പട്ടിക്കും ഞങ്ങൾ കഴിക്കുന്നത് പോലെയുള്ള ആഹാരമെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നതാണ്. ശബ്ദജാലം മഹാരണ്യം, ഒരു കാട്ടിനകത്ത് പ്രവേശിച്ചാൽ ഉള്ള അവസ്ഥ. അതുകൊണ്ട് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ഇതേത് ശരിയാണ്? ആ ഉപനിഷത്തിൽ പറയുന്നതാണോ ശരി? ഈ ഉപനിഷത്തിൽ പറയുന്നതാണോ ശരി? ആ മഹർഷി പറയുന്നതാണോ ശരി? ഈ മഹർഷി പറയുന്നതാണോ ശരി എന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് എന്താ വേണ്ടത്? അത പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാത് തത്വമാത്മനഃ. അതുകൊണ്ട് വളരെ പ്രയത്നം ചെയ്തും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് തത്വമറിയുന്ന ആളുകൾ സത്സംഗം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഈ തത്വത്തെക്കുറിച്ച് ബോധവാനായി നിങ്ങൾ സ്വയം അതായിട്ട് മാറണം. അതാണ് മോക്ഷത്തിനുള്ള ഒരേ ഒരു മാർഗം. അതാണ് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ 60ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാത് ജ്ഞാതവ്യം. എന്താ പ്രയത്നാത്? എവിടെ ദൂരെയാണെങ്കിലും ഈ തരത്തിലുള്ള ഒരു സത്സംഗം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ കഷ്ടപ്പെട്ടും അവിടെ പോയി ശ്രദ്ധയോടുകൂടിയിരുന്ന് ഈ അറിവ് നേടണം. അത് പ്രയത്നാത് ജ്ഞാതവ്യം തത്വജ്ഞാത്. തത്വജ്ഞനിൽ നിന്ന്, ആ തത്വത്തെക്കുറിച്ച് അറിയാവുന്ന ആളിൽ നിന്ന്
നിങ്ങൾ ഈ അറിവ് നേടണം. അറിവ് നേടി ഗ്രഹിച്ച് സ്വയം അതായിട്ട് മാറണം. നാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ വളരെ ലളിതമായിട്ട്, ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി അസത്യം ഭാതി സത്യവത്. അസത്യമാണ് സത്യമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകം സത്യം, ഏകം സത്യം. ആ സത്യം ഏതാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തത്വം, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സത്യം. ഏകം സത്യം ന ദ്വിതീയം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. അതാണ് അദ്വൈതം. ഏകം സത്യം ന ദ്വിതീയം അസത്യം ഭാതി സത്യവത്. അസത്യമാണ് സത്യമായിട്ട് കാണപ്പെടും. ഈ കാണുന്നതെല്ലാം അസത്യം, ഇതെല്ലാം അസത്യം. ഉള്ളതായിട്ടുള്ള വസ്തു ഉണ്മ, ഉള്ളിലുള്ളത് മാത്രം. അതാണ് ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. ഇപ്പം നടരാജൻ്റെ ഒരു വിഗ്രഹം ഇങ്ങനെ ശില്പി വാർത്തു വച്ചിരിക്കുകയാണെങ്കിൽ അത് കല്ല് മാത്രമാണ്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. രണ്ടാമതായിട്ട് മറ്റൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ കല്ല് തന്നെയാണ് ഇപ്പോൾ നടരാജൻ്റെ രൂപത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ ദേവീ രൂപത്തിലിരിക്കുന്നത്. ശിലൈവ ശിവലിംഗം. അതാണ് ആ ഏകമായ വസ്തുവിനെ തിരിച്ചറിയുന്ന മാർഗം. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. നേരത്തെ കല്ലായിട്ടിരുന്നു. അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയാൽ അവിടെ ഒരു കല്ലാന വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ആനയുടെ രൂപം കാണാം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വെറും കല്ലായിട്ട് കാണും. മറുവശത്ത് കല്ല്, ഇപ്പുറത്ത് ആനയുടെ രൂപം. ആ പത്മനാഭ അഭേദാശ്രമത്തിൻ്റെ മുമ്പിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ ഒരു വശത്തേക്ക് നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ കല്ലിൽ ഒരു വലിയ കല്ല് അവിടെയുണ്ട്. ആ കല്ലിൽ ഒരു വശത്തോട് നടന്നു പോകുമ്പോൾ ആനയെ കാണാം. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ വെറും കല്ല്. അപ്പോൾ അതാണ് ശിലൈവ ശിവലിംഗം. അത് വെറും കല്ല് മാത്രമാണ്. ന ദ്വിതീയം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. അവിടെ ആനയില്ല. അതാണ് തിരുമന്ത്രത്തിൽ പറയുന്നത്, മരത്തൈ മറൈത്തത് മാമത യാനൈ. ഒരു വലിയ തടിയിൽ, തേക്ക് തടിയിൽ ഒരാനയെ പണിഞ്ഞു വച്ചിരിക്കുന്നു. മരത്തൈ മറൈത്തത് മാമത യാനൈ. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരാന, പക്ഷെ അതൊരു തടിയാണ്. ആനയെ കാണുമ്പോൾ തടിയെ കാണുന്നില്ല. മരത്തൈ മറൈത്തത് മാമത യാനൈ. അപ്പം അത് പണിഞ്ഞ ആൾ പറഞ്ഞിടാ, ഈ ആനയൊന്നും അല്ല ഇത് വെറും ഒരു തടി. ഞാനാണിത് പണിഞ്ഞത്. ഒരു തടി മാത്രമാണ്. ആ അറിവിലേക്ക് ഉണർന്നപ്പോൾ മരത്തുൾ മറയുന്നത് മാമത യാനൈ. നേരത്തെ മരത്തൈ മറൈത്തത് മാമത യാനൈ. ആ മരത്തിനെ മറച്ചുകൊണ്ട് മാമത ആന അതിൽ പ്രകാശിച്ചു നിന്നു. അത് പണിഞ്ഞ ശില്പി വന്ന് അവനെ ബോധിപ്പിച്ചു, എടാ ഇത് ഒരു തടി മാത്രം, ഞാനാണിത് പടിഞ്ഞ് ആനയുടെ രൂപമുണ്ടാക്കിയത്, വെറും തടി മാത്രം എന്ന് പറഞ്ഞ് ആ തടിയിലേക്ക് അവനെ ഉണർത്തിയപ്പോൾ ആ കണ്ടുകൊണ്ടിരുന്ന ആന തടി മാത്രമായിട്ട് മാറി. അതാണ് മരത്തുൾ മറയുന്നത് മാമത യാനൈ. ഇത് തിരുമൂലരുടെ തിരുമന്ത്രത്തിലുള്ളതാണ്. അതുപോലെ പരത്തൈ മറൈത്തത് പാർ മുതൽ പഞ്ചഭൂതം. ഈ പഞ്ചഭൂതങ്ങളാൽ ഈ കാണപ്പെടുന്നതെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നു. അതിനെയെല്ലാം മറച്ചിരിക്കുന്നത് എന്താണ്? ആ പരമവസ്തുവിനെ, ആ പരബ്രഹ്മ സ്വരൂപത്തെ ഈ പഞ്ചഭൂതങ്ങൾ മറച്ചിരിക്കുന്നു. നാമരൂപാദികളായിട്ട് കാണുന്ന ഈ ആകാശാദ്വായു വായോരഗ്നി അഗ്നേരാപഹ എന്ന് തൈത്തിരീയോപനിഷത്ത് പറയുന്നത് പോലെ പഞ്ചഭൂതങ്ങളുണ്ടായി. ആ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായ ഈ ലോകത്താൽ ആ വസ്തു മറയപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ബോധവാനാകുമ്പോൾ പരത്തൈ മറൈത്തത് പാർ പഞ്ചഭൂതം പരത്തുൾ മറയുന്നത് പാർ പഞ്ചം. സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തിരുമൂലരുടെ തിരുമന്ത്രത്തിൽ അവസാനിപ്പിക്കുന്നു. ഇവിടെ വച്ച് നമുക്ക് അടുത്ത ക്ലാസ് ആരംഭിക്കാം. ഈ അറിവിലേക്ക്
നിങ്ങൾക്ക് സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ